السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله فإن خير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. فلما دخلوا على يوسف آوى إليه أبويه وقالوا ادخلوا مصر إن شاء الله آمنين. അഭിവന്ദരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷകനും പരിപാലകനും കരുണാമയനും ദയാപരനുമായ അല്ലാഹുവിൻ്റെ എല്ലാവിധ കൽപ്പന നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹിദുകളും മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ ധന്യമായ പരിശുദ്ധ റമളാനിൻ്റെ വിശുദ്ധമായ അതിൻ്റെ രാപ്പകലുകളിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അർഹമുറാഹിമായ പടച്ച റബ്ബ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളിലും ചെയ്തിട്ടുള്ള എല്ലാ നല്ല സ്വാലിഹായ കർമ്മങ്ങളും നമ്മിൽ നിന്ന് കുറ്റമറ്റ രൂപത്തിൽ സ്വീകരിക്കുകയും തത്തുല്യമായ പ്രതിഫലം നമുക്ക് അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബാക്കിയുള്ള എത്ര നിമിഷങ്ങളുണ്ടോ ആ നിമിഷങ്ങളത്രയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമാക്കി ഈമാനോടുകൂടി ജീവിച്ച് ഹഖായ ദീനിൻ്റെ അന്തർധാരയിൽ അവസാനം വീണ് മരിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ, നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഷയം മാതാപിതാക്കൾ എന്നുള്ളതാണ്. ആമുഖമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, നമ്മുടെ ഈ സദസ്സ് ഇപ്പോൾ വളരെ ഗംഭീരമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ
അധികവും മുസാഫിരീങ്ങളായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാത്രക്കാരായിരിക്കാം, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും പുറത്തേക്ക് പോകുന്നവരായിരിക്കാം, അതിനുവേണ്ടി വന്നവരായിരിക്കാം. അല്ലാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിവിടെ ഇരിക്കുന്ന സമയം അത് 40 45 ഏറി വന്നാൽ 1 മണിക്കൂർ സമയം, അത് നിങ്ങൾ നല്ലൊരു നിയ്യത്തിലായിട്ടിരിക്കുക. അലസതയും വേണ്ടായ്മയൊക്കെ മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള വളരെ ഗംഭീരമായൊരു സദസ്സാണിത് എന്ന ആ ഒരു ബോധത്തോടുകൂടി സ്വന്തത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്, നേരത്തെ ഞാൻ തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്, ക്ലാസ് ഉണ്ടായിരിക്കും, കളക്ഷനുണ്ട് എന്നൊക്കെ. പെട്ടെന്ന് നമ്മുടെ സംഘാടകർക്കുണ്ടാകുന്ന പല വിഷമങ്ങളും, അവർ പിന്നിലെത്തിയാൽ മുന്നോട്ടെത്താൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് സ്ഥാപനം എല്ലാ വർഷവും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്, നിങ്ങളിൽപ്പെട്ട പലരും സഹായിക്കാറുണ്ട്. അത് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കേണ്ടതില്ല. ഖുർആനും സുന്നത്തും സംരക്ഷിക്കാനുള്ള ഒരു സംരംഭമാണ് നരിക്കുനിയിൽ മലബാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സംരംഭം പല സ്ഥലങ്ങളിലും അണഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയിട്ടുള്ള ദീനിനോട് പ്രതിബദ്ധതയുള്ളവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് 5 10 രൂപ കൊടുത്ത് രക്ഷപ്പെടാതെ ക്ലാസ്സിന് മുമ്പ് പോകുന്നവർ ആ ബക്കറ്റിൽ ആത്മാർത്ഥമായി ഇത് അവസാനത്തെ ദിനങ്ങളാണ്, നമ്മളൊരു പുണ്യം ചെയ്താൽ അതിന് 10 മടങ്ങ് ലഭിക്കുന്ന സമയമാണ് എന്ന ഒരു ബോധ്യത്തോടുകൂടി, അത് അള്ളാഹുവിന്റെ അക്ഷയ ഖജനാവിൽ ഒരിക്കലും ക്ഷയിക്കാതെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകാരം ഒരു കുതിരക്കുട്ടിയെപ്പോലെ നമുക്ക് വേണ്ടി അത് വളർന്നുകൊണ്ടിരിക്കും. ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികളെ ആ നിലക്ക് സമീപിക്കുകയും ആ ബക്കറ്റിൽ സംഭാവന നിക്ഷേപിക്കുകയും ചെയ്യണം. ക്ലാസ്സിന് മുമ്പ് പോകുന്നവർ, ക്ലാസ്സിന് ശേഷം പോകുന്നവർ എൻ്റെ കയ്യിൽ തന്നെ തരാം, മുസാഫഹത്ത് ചെയ്ത് നിങ്ങൾക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ വിഷയം ഈ റമളാനിൽ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. അത് എന്നെയും നിങ്ങളെയും ദൈനംദിന പത്രങ്ങളിൽ നിന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മറ്റ് മീഡിയകളിൽ നിന്ന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളാണ്. അതെന്റെ വിഷയം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിഷയമാണ്. എല്ലാവരുടെയും കണ്ണ് നനക്കുന്ന വിഷയമാണ്. എല്ലാവരുടെയും അകത്തളങ്ങളിൽ വലിയ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന, വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, സമീപ കാലഘട്ടങ്ങളിൽ ഇന്നലെ വരെയും ഈ ദുരിതം ആർക്കും വരാതിരിക്കട്ടെ എന്ന തലക്കെട്ടോടുകൂടി നമ്മളൊരു വാർത്ത വായിച്ചു. അതങ്ങ് വയനാട് ജില്ലയിലെ ഒരാദിവാസി കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ആരോരും സഹായിക്കാനില്ലാത്ത ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു. ശരീരം മുഴുവനും പത്രങ്ങൾ ആവർത്തിച്ചെഴുതി ഇന്നടക്കം നമ്മൾ വായിച്ചു. ഒരു മനുഷ്യന്റെ ലൈംഗിക അവയവം വരെ പൊഴുതുന്നുകൊണ്ടിരിക്കുക, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ. ആരോരും സംരക്ഷിക്കാനില്ലാതെ, തിരിഞ്ഞു നോക്കാനില്ലാത്ത വൃദ്ധനായൊരു മനുഷ്യൻ. അങ്ങനെ സംഭവിച്ചത് ആ വൃദ്ധന്റെ ഉറ്റവരും ഉടയവരുമായ ബന്ധുക്കളും മക്കളും ആ മനുഷ്യനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു എന്നാണ് പത്രം എഴുതിയിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇന്നലകളിൽ പത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നുപോയിട്ടുള്ള, നമ്മുടെ മനസ്സിൽ കോരിയിട്ട് പോയിട്ടുള്ള ഒരുപാട് പത്രങ്ങളുടെ കട്ടിങ്സുകൾ ചിലപ്പോൾ എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഉണ്ടാവാം. അതിൽപ്പെട്ടതാണ് ഒരു സംഭവം. സ്ഥലം പറയേണ്ടതില്ല, കൂടുതൽ ആ വിഷയവും പറയേണ്ടതില്ല. ഒരു പൊന്നു പിതാവിനെ കൊണ്ടുപോയിട്ട് മക്കൾ ചെയ്തത്, സ്വന്തം വീട്ടിന്റെ ഉള്ളില് നല്ല ബെഡ്റൂം കൊടുത്ത് സൗകര്യം കൊടുത്തല്ല കിടത്തിയിട്ടുള്ളത്. തങ്ങളുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തുള്ള പശുവിനെയും ആടുമാടുകളെ ബന്ധിക്കുന്ന ആലയിൽ കൊണ്ടുപോയിട്ടൊരു പിതാവിനെ കിടത്തിയത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവാം, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ മൃതപ്രായമായി നിൽക്കുന്ന പിതാവിന് കൂട്ടുകാരനായിട്ടുണ്ടായത് ആലയിൽ പശുവായിരുന്നു, തൊഴുത്തിലെ പശുവായിരുന്നു. മറ്റൊരു മാതാവ്, പത്രക്കാര് പറഞ്ഞത് 6ഓളം സന്താനങ്ങളുണ്ട് ആ മാതാവിന്. തിരിഞ്ഞു നോക്കാനില്ലാതെ നേരത്തെ ഇന്ന് നമ്മൾ കണ്ടതുപോലെ ശരീരമാകപ്പാടെ പുഴുവരിച്ച് പൊട്ടിയൊലിച്ച് കിടക്കുന്ന ഒരു മാതാവ്.
6 മക്കളും നല്ല ആസ്തിയുള്ളവരാണ്, ഇട്ടെറിഞ്ഞു പോയിരിക്കുന്നു. പറയേണ്ടതില്ല അല്ലേ, ആവർത്തിക്കേണ്ടതില്ല അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, സ്നേഹിതന്മാരെ, മുഅ്മിനീങ്ങളെ, എന്തിന് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇവിടെ വെച്ച് കൂടുതൽ പറയണം? നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്താണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന ഏറ്റവും വലിയ ആ ഒരു ആഘാതമാണ് നമ്മുടെ മനസ്സിനെ ഇപ്പോ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപഭാവിയിൽ ഇപ്പോ നല്ല ചുറുചുറുക്കോടുകൂടി ഓടിച്ചാടി നടക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മളെയൊക്കെ നമ്മുടെ മക്കള് എങ്ങനെയായിരിക്കും നമ്മളെ സംരക്ഷിക്കുന്നത്? എങ്ങനെയായിരിക്കും അവർ നമ്മളെ നോക്കുന്നത്? എങ്ങനെയായിരിക്കും അവർക്ക് നമ്മളോടുണ്ടാകുന്ന അതേ താല്പര്യം എന്തായിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ആധി പടർത്തുന്നില്ലേ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോ? ഇല്ല എങ്കിൽ ആധി പടരേണ്ട ഒരു സന്ദർഭമാണിത്. ഈ ഹൈടെക് യുഗത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളുമുണ്ട് എന്ന് അഭിമാനിക്കുമ്പോ, എത്ര ആസ്തി ഉണ്ടായാലും ശരി, എത്ര വലിയ കോടീശ്വരനായിരുന്നാലും ശരി, മക്കൾ അവഗണിച്ചു കഴിഞ്ഞാൽ, ഉറ്റബന്ധുക്കൾ കുടുംബാദികൾ അവഗണിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും സാമൂഹിക സന്നദ്ധ പ്രവർത്തകന്മാരുടെ ദൃഷ്ടിയിൽപ്പെടുന്നതുവരെയും, ഇനി അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാലുമൊക്കെ ഏറെ ദുരിതപൂർണമായ ജീവിതമായിരിക്കുമോ നമുക്കുണ്ടാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നത് ഒരു ഡിസ്പോസിബിൾ സംസ്കാരമാണ് ഇന്ന് നിലവിലുള്ളത്, അല്ലേ? ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുക, ഞാനും എന്റെ കുട്ടികളും അതെ എന്റെ കെട്ടിയവളും എന്ന ആ ഒരു സ്വാർത്ഥമായ ലൈഫ് സ്റ്റൈലാണ് ഇന്ന് നിലനിൽക്കുന്നത്, അല്ലേ? ഓൾഡ് ഏജ് റൂമുകളിലേക്ക് കൊണ്ടുപോയി മൃതപ്രായരായ തങ്ങളെ എല്ലാം തന്ന് ആറ്റുനോറ്റ് പെറ്റ് വളർത്തിയിട്ടുള്ള മാതാവിനെയും പിതാവിനെയും കൊണ്ടുപോയി തള്ളുന്ന ഒരു യുഗം, വല്ലാത്തൊരു യുഗമാണിത്. ഇത് യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി ജീവിക്കുന്നവരാണ്. ഉപയോഗമുള്ളത് യൂട്ടിലൈസേഷൻ, അല്ലേ? ഉപയോഗപ്രദമായത് മാത്രം പരിഗണിക്കുകയും ഉപയോഗമില്ലാത്തതിനെ, പ്രയോജനം ഇല്ലാത്തതിനെ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, വല്ലാത്തൊരു കാലഘട്ടം, അല്ലേ? ഡിസ്പോസിബിൾ യുഗം. ഒറ്റത്തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യമില്ല എന്ന് അമേരിക്കക്കാരൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതങ്ങനെ വലിച്ചു തള്ളിയിരിക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും കൂടപ്പിറപ്പുകളെയും അവരെ കരുവപ്പില പോലെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തിലെ ഒന്നാമത്തെ കണ്ണികളായി നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്കെന്റെ മനസ്സിലേക്ക് ഓടിവരുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ അന്ത്യദിനം സമാഗതമാകുമ്പോൾ, ലോകത്തിന്റെ അവസാനം സമാഗതമായി കൊണ്ടിരിക്കുമ്പോ, ഏറ്റവും വലിയൊരു നാശത്തിലേക്ക് ലോകം കൂപ്പുകുത്തുന്നതിന് മുമ്പ് നിങ്ങൾ കാണാൻ പോകുന്ന ഒരുപാട് അനർത്ഥങ്ങളുണ്ട്, അരുതായ്മകളുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകന്റെ പ്രവചനങ്ങളിൽ നിന്നൊന്ന് സത്യമായി പുലർന്നിരിക്കുകയാണ്. വളരെ വിശദമായി പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ദീർഘമായ ഹദീസിന്റെ ഈ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, വതഅർജുലു സൗജതഹു വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖസാ അബാഹു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ തന്റെ ഭാര്യയെ മാത്രം അംഗീകരിക്കുകയും അനുസരിക്കുകയും അവളുടെ ഇംഗിതത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിതത്തെ കഴിച്ചു കൂട്ടുന്ന കാലം വരിക. അതോടൊപ്പം അവന്റെ മാതാവിനെ അവന്റെ മാതാവിനെ മാനസികമായി ശാരീരികമായി അകറ്റി നിർത്തി പീഡിപ്പിക്കുന്ന കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം അതെ തൊലി ചുക്കിച്ചുളിഞ്ഞ, എല്ലുന്തിയ, പല്ലുകൊഴിഞ്ഞ തന്റെ പിതാവിനെ വാഖസാബാഹു, തന്റെ പിതാവിനെ അകറ്റുന്നതാണ്. എന്നിട്ടോ അവൻ തന്റെ പിതാവിനെ അകറ്റുമ്പോ വാദ്നാ സദീഖഹു, സ്വന്തം സുഹൃത്തിനെ, തോളത്ത് കൈവച്ച് നടക്കുന്ന സ്വന്തം സുഹൃത്തിനെ, അവന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, എല്ലാവിധ തോന്നിവാസങ്ങൾക്ക് വേണ്ടിയും കൂട്ടുനിൽക്കുന്ന ആ കൂട്ടുകാരനെ തന്നിലേക്കടുപ്പിക്കും, തന്റേതിലേക്കും അടുപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകുന്നത്.
നമ്മുടെ മാതാപിതാക്കൾ, മാതാവും പിതാവും നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ എത്രയാണ്, വേദനകൾ എത്രയാണ്, നോവുകൾ എത്രയാണ്, നൊമ്പരങ്ങൾ എത്രയാണ്. പറഞ്ഞാൽ തീരുന്നതാണോ? നമ്മളിൽ ഏറെ പേരും മാതാക്കളാണ്, പിതാക്കളാണ്. ആ റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ഏറെയും ഈ സദസ്സിലുള്ളവർ, അല്ലെ? പൊന്നുമക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. ഒരു പ്രവാസിയുടെ ജീവിതം എങ്ങനെയാണ്? ആർക്കു വേണ്ടിയാണ് ആ പ്രവാസി കഷ്ടപ്പെടുന്നത്? പ്രവാസിയായ പിതാവ് കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ്? ഇക്കരെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് അക്കരെയുള്ള പിതാവ് കഷ്ടപ്പെടുന്നത്. അതെ, മരുഭൂമിയിലെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപമേറ്റ് മരുഭൂമിയിലൂടെ അറബി പറഞ്ഞെടുത്ത് എല്ലാം പോയി അവന്റെ മസ്റയിൽ പണിയെടുക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് ആലോചിച്ചു നോക്ക് നിങ്ങൾ, അല്ലെ? ബിൽഡിംഗ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് ആലോചിച്ചു നോക്ക് നിങ്ങൾ. ആ പിതാവിന്റെ മനസ്സിന്റെ ഉള്ളില് എപ്പോഴും കത്തിത്തൊലിഞ്ഞു നിൽക്കുന്ന മുഖമേതാണ്? സ്വന്തം മക്കളുടെ മുഖമാണ്. ആ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആ മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ആ പിതാവ് അങ്ങക്കരെ പാടുപെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്കരയും ഇക്കരയുമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെട്ടവരാണ് കഴിഞ്ഞുപോയിട്ടുള്ള, നമ്മുടെ ഇടയിൽ ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ. ഓർമ്മയുണ്ടാവണേ, ഓർമ്മയുണ്ടാവണേ. കടമനിട്ടയുടെ വരികൾ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ലേ, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ ചവിട്ടിക്കടന്നു പോകുന്ന പടികൾ, ആ പടികളൊന്ന് താഴോട്ട് ഇറങ്ങിപ്പോവാൻ നമ്മൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന ആ കടമനിട്ടയുടെ വരികൾ തന്നെയെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? പുതിയ സമൂഹമേ, എല്ലാവിധ പുതുമയുടെയും പിന്നാലെ പോയി പഴയതിനൊക്കെ ഒഴിവാക്കിയ പുതിയ സമൂഹമേ, ഒന്നാലോചിക്കേണ്ടതില്ലേ? എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം വേദനകളാണ് ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തകർച്ചകളും തളർച്ചകളുമാണ് കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവിനും പിതാവിനും സ്വന്തം മക്കളെക്കുറിച്ച് നല്ലത് പറയാൻ ഏറെയുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും കൗൺസിൽ സെന്ററുകളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കൗൺസിലിങ്ങിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരെക്കുറിച്ചാണ് ഏറെയും പരാതി പറയാനുള്ളത്? മാതാപിതാക്കളുടെ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടിയാൽ അവിടെ കൈകളിലേക്ക് ഓരോ ഷീറ്റ് പേപ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ഇടപഴക്കത്തിൽ എന്തെല്ലാം പരാതികളുണ്ടെന്ന് എഴുതിത്തരാൻ പറഞ്ഞാൽ എത്ര ഉണ്ടാകും എഴുതാൻ? വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കുവാൻ മാത്രമുള്ള ആശയങ്ങൾ അവർ എഴുതിത്തരില്ലേ നമ്മുടെ ചെയ്തികളെക്കുറിച്ച്? മുഅ്മിനീങ്ങളെ ആലോചിക്കുക. ഒന്നല്ല പത്തല്ല പലവട്ടം ആലോചിക്കുക. അതുകൊണ്ട് ഉമ്മ വെച്ച് ഓമനിച്ച് താരാട്ടുപാട്ട് പാടി ഊട്ടി ഉറക്കിയ അതേ തൊട്ടിലിൽ താരാട്ടുപാട്ട് പാടി നിന്നെ ഉറക്കിയ മാതാവ്, അല്ലേ? എന്തൊരു സ്നേഹമാണ് ഒരു മാതാവിന്, ഒരു പിതാവിന് പൊന്നുമക്കളോട്, അല്ലേ? ഉമ്മ വെച്ചാൽ മതിയാവുന്നില്ല. എപ്പം തുടങ്ങിയതാണത്? പ്രസവിച്ചു വീണ അന്ന് മുതൽ അവനെ കൺകുളിരിമ കാണുകയാണ്. എവിടെ പോയാലും മനസ്സവന്റെ കൂടെയാണ്. കയ്യിലെടുത്ത പൊന്നുമോനെ അവനൊന്ന് കോട്ടാവിടാൻ കാത്തു നിൽക്കുകയാണ് പിതാക്കൾ, ബന്ധുക്കൾ. എന്തിനു വേണ്ടി? ആ സുന്ദരമായ ശ്വാസം പുറത്തേക്ക് വരുമ്പോ മുലപ്പാലിന്റെ ഗന്ധമുള്ള ആ സ്മെല്ലൊന്ന് ആസ്വദിക്കാൻ. എന്തുമാത്രം തന്റെ നെഞ്ചത്ത് വെച്ച് അവിടെ തന്നെ മകൻ മൂത്രമൊഴിച്ചാലും മാതാവിനും പിതാവിനും പ്രശ്നമില്ല. അങ്ങനെ നമ്മളെ ഉമ്മ വെച്ച് ഓമനിച്ച് വളർത്തിയ ആ പൊന്നു മാതാവിനെയും പിതാവിനെയും മറന്ന യുഗം ഞാൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. ഡിസ്പോസിബിൾ യുഗം, ഡിസ്പോസിബിൾ സംസ്കാരം അല്ലേ? ആലോചിച്ചു നോക്ക് നിങ്ങൾ എന്തേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഈ വിഷയത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമായി തന്നെയാണ് നമ്മളും അവശേഷിക്കാൻ പോകുന്നത്. ഇവിടെ കവിതകളൊന്നും ഏറെ പറയേണ്ടതില്ല. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും തന്നെ ഈ വിഷയത്തിൽ ഏറെയാണ്. സൂചിപ്പിക്കട്ടെ, വൈലോപ്പിള്ളി എന്ന മഹാകവി അദ്ദേഹത്തിന്റെ മാമ്പഴം എന്ന കവിതയിൽ പറഞ്ഞൊരു വരിയുണ്ട്. ഒരു ഉമ്മയെക്കുറിച്ച്, ഒരു ഉമ്മയുടെ നോവിനെക്കുറിച്ച്, ഒരു ഉമ്മയുടെ ചിന്തയെക്കുറിച്ച്, ഒരു ഉമ്മയുടെ ജീവിതത്തിൽ ആ ഉമ്മക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പൊന്നുമോൻ മരിച്ചു പോയപ്പോ ഉണ്ടായ ഒരു അനുഭവം. അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാരെ ഓർമ്മിപ്പിക്കപ്പെടുന്ന കവിതയിൽ ഒരു വരി ഇപ്രകാരമാണ്: അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. അല്ലെ? അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ ആ മാമ്പഴം അടർന്നു വീഴുമ്പോ
അത് താഴോട്ട് വീഴുമ്പോ അമ്മയുടെ നേത്രത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന് എന്താണ് താഴോട്ട് വീഴുന്നത്? ചുടുകണ്ണീറാണ്. കവിതയുടെ ആശയം, അതിന്റെ ആശയതലം എത്രയോ വിശാലമാണ്. ആലോചിക്കണം. ഒരു ഉമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും മരിച്ചുപോയ ആ മകനെക്കുറിച്ചുള്ള ആലോചനകൾ, ചിന്തകൾ, അല്ലേ? ഓടിച്ചാടി മുറ്റത്തുകൂടി നടന്ന കാലഘട്ടം. അന്ന് കുഴിച്ചിട്ട ആ മരമുണ്ടല്ലോ, ആ മാമ്പഴത്തിന്റെ മരം, അത് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഇതിൽ നിന്നുള്ള പഴം, അതിനെക്കുറിച്ചുള്ള ചിന്തയുമായ കുഞ്ഞുമോൻ അതിന്റെ ചുറ്റുഭാഗവും ഓടി നടന്ന കാലഘട്ടം. പക്ഷേ അല്ലാഹുവിന്റെ നിർബന്ധമാകുന്ന വിളിക്ക് വിധേയനായിട്ട് ആ കുട്ടി ആ ഉമ്മയോട്, ആ പിതാവിനോട് അതാ വിട ചൊല്ലി പോയിരിക്കുകയാണ്. അന്നു മുതൽ ആ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സ് നീറുകയാണ്, നീറിപ്പോവുകയാണ്. ആ മരത്തിലതാ മാമ്പഴമുണ്ടാകുമ്പോ, കവി പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. മാമ്പഴമുണ്ടാകുമ്പോ ഏതുമ്മയാണ് അതിന്റെ ചുവട്ടിൽ ഓടി നടന്ന പൊന്നുമോളെ ഓർക്കാതിരിക്കുക? അതുകൊണ്ട് എന്തേ സൂചിപ്പിച്ചത്? സഹോദരന്മാരെ, മക്കളുണ്ട് ഈ സദസ്സില്, പിതാക്കന്മാരുണ്ട് ഈ സദസ്സില്, സഹോദരിമാരപ്പുറത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരോടുമായി പറയുന്നു, എന്തേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല ഓർമ്മ വേണം. നമ്മുടെ മനസ്സിലെപ്പോഴും നല്ല ചിന്തയുണ്ടാവണം. അതുകൊണ്ട് ഒരു ഉമ്മക്ക്, ഒരു പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അതിരാണ് ഈ കവി ഇവിടെ വരച്ചു വച്ചിട്ടുള്ളത്. ആ ഓർമ്മ ശരിക്കും ഉണ്ടാവണം. എന്റെ ഉമ്മ എന്നെ പരിഗണിക്കാറില്ല, എന്റെ പിതാവ് എന്നെ പരിഗണിക്കാറില്ല എന്ന് പറയുന്ന, ആവലാതി പറയുന്ന ചില ചെറുപ്പക്കാരെ കാണാൻ സാധിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തോ അവരുടെ നന്മയ്ക്ക് വേണ്ടി പിതാവോ മാതാവോ എന്തെങ്കിലും ശാസിച്ചുവെങ്കിൽ അതിന്റെ പേരിൽ പെറ്റ ഉമ്മയെ തള്ളിപ്പറയുന്ന മക്കൾ. അതെ, തനിക്കു വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജീവിതത്തിന്റെ മുഴുഭാഗവും നീക്കിവെച്ചതിന്റെ പിതാവിനെ തള്ളിപ്പറയുന്ന മക്കളുണ്ട്. അപ്പറഞ്ഞ വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് വന്നത്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നത് ഖബുറത്ത് കലിമത്തൻ. ഖുർആന്റെ ഒരു വാക്ക് പകരമായി എടുത്തു പറഞ്ഞാൽ ഖബുറത്ത് കലിമത്തൻ, ഏറ്റവും വലിയ പാതകമാണ് നിങ്ങളെ പറഞ്ഞത്. എത്ര വലിയ ക്രൂരനായിരുന്നാലും ശരി. എന്നാൽ ഞാൻ മറക്കുന്നില്ല, ചില മക്കളെ വല്ലാതെ പീഡിപ്പിക്കുന്ന മാതാക്കളും പിതാക്കളുണ്ട്. നേരത്തെ പത്രത്തിലെ ന്യൂസുകൾ സൂചിപ്പിച്ച കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പിതാവിന്റെ ഒരു ദോഷൈക ദൃക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പിതാവ്, ആ എന്ന അക്ഷരം കുട്ടി എഴുതാത്തതിന്റെ പേരിൽ ആ പൊന്നുമോന്റെ ശരീരത്തിൽ മുഴുവനും അവിടെയും ഇവിടെയുമെല്ലാം പൊള്ളിച്ച പിതാവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മക്കളോട് നീതി ചെയ്യാത്ത മാതാവും പിതാവുമുണ്ട്. ഇടയ്ക്കത് സൂചിപ്പിക്കേണ്ടതാ. മക്കളോടുള്ള ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാത്ത മാതാക്കളെയും പിതാക്കളെയും മറന്നുകൊണ്ടല്ല ഞാനിത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ഒരുപാട് മക്കളുണ്ടായിട്ട് അവർക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കാത്ത ഒരുപാട് മാതാക്കളും പിതാക്കളും ഉണ്ട്. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരെക്കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. നല്ല മാതാക്കളും നല്ല പിതാക്കളും. അതുകൊണ്ട് ആ നല്ല മാതാക്കളെയും പിതാക്കളെയും നമ്മൾ തിരിച്ചറിയണം. എന്താണ് ആ മക്കളെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പ്രിയമുള്ള എന്റെ മാതാക്കളെ, പിതാക്കളെ, അൽ ഔലാദു അക്ബാദുനാ തംശൂന ഫിൽ അർള്. അതേ, നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നമ്മുടെ മക്കള് അതേ അവർ ഈ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം പറയേണ്ടതില്ല, ഖുർആൻ സൂചിപ്പിക്കുന്നുവല്ലോ. വീണ്ടും അള്ളാഹുവിന്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങുക. ഒരു പിതാവിന് തന്റെ മകനോടുള്ള സ്നേഹത്തിന്റെ അളവ് എത്രയാണ്? യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തന്റെ ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ അങ്ങനെ അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ സുഖസുന്ദരമായി ജീവിക്കുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ പോയതിന്റെ പേരില് യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മകനെ ഓർത്ത് കരഞ്ഞ് അതേ കണ്ണീരിന്റെ ചാലുകൾ തീർത്ത് അതാ
ഖുർആൻ പറഞ്ഞില്ലേ, ആ പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എത്ര വലിയ സ്നേഹമാണ് ഒരു പിതാവിന് ഒരു മാതാവിന് തങ്ങളുടെ മക്കളോട് എന്നാണ്. അതേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരികളായ മുഴുവൻ മനുഷ്യന്മാരെയും അല്ലാഹു ശിക്ഷക്ക് വിധേയമാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകരക്ഷാമാർഗം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പല് മാത്രമായ നിമിഷം ആ കപ്പലിലേക്ക് പൊന്നുമോനെ ഒന്ന് കയറുമോനെ യാ ബുനയ്യ ഇർകബ് മഅനാ, ഇങ്ങോട്ട് കയറുമോനെ, എവിടെ പോയാലും നിനക്ക് രക്ഷയില്ല മോനെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകൻ തന്റെ മതത്തിൽപ്പെട്ടവനല്ലെന്ന ആ ബോധമുണ്ടായിട്ടും പ്രവാചകനാകുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോയതെന്തുകൊണ്ടാണ്? അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും അപ്പുറത്തായിരുന്നില്ല. എത്രമേൽ സ്നേഹമാണ് റസൂലുള്ളാഹിക്ക് സ്വന്തം മക്കളോടുണ്ടായിരുന്നത്. അത് പ്രകൃതിയിൽ അല്ലാഹു നൽകുന്ന വരദാനം തന്നെയാണ് ആ സ്നേഹം. അതേ, തന്റെ മക്കളിൽ നിന്ന് ആൺമക്കളെ ഒന്നും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചാൻസ് കൊടുത്തില്ലല്ലോ. ഏറ്റവും വലിയ പരീക്ഷണത്തിന് ആ നിലക്ക് വിധേയനായ പ്രവാചക പൂങ്കവൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമക്കളാകുന്ന ആൺകുട്ടികൾ മുഴുവനും ചെറുപ്രായത്തിൽ തന്നെ ഓടിച്ചാടി നടക്കുന്ന പ്രായത്തിൽ പ്രവാചകനെ വിട്ട് സ്വർഗം പുൽകിയില്ലേ? ആ സ്വർഗത്തിലെ പ്രവാചകനെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ആ പൊന്നുമക്കള് കാത്തു നിൽക്കുമെന്ന് റസൂലുള്ള തന്നെ നമ്മളെ അറിയിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും പിതാക്കൾ വേദനിക്കുന്നുവെങ്കിൽ ആ പിതാക്കളുടെ വേദന ഞാൻ ഇങ്ങനെ പങ്കുവെക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൊന്നുമക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പൊന്നുമക്കൾ നാളെ നല്ലവരായതുകൊണ്ട്, അതേ ശുദ്ധ ഹൃദയത്തോടുകൂടി മരിച്ചുപോയതുകൊണ്ട് അവർ നമ്മളെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ വാതിലുകളുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വേദനിക്കണ്ട. എന്നാലും ഈ ദുനിയാവിലെ മക്കളെ ഓർത്ത് വേദനിച്ചു പോകുമല്ലോ. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന. ഇന്നാ ബിമൗതിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. പൊന്നുമോനെ ഇബ്രാഹീമേ, നിന്റെ മരണത്തിൽ ഞാനല്ല ഞങ്ങൾ മുഴുവനും, അതേ നിന്റെ കുടുംബം മുഴുവനും ദുഃഖിച്ചു പോയടാ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു നിറഞ്ഞില്ലേ? കണ്ണുനീരൊഴുകിയില്ലേ? മുഅ്മിനീങ്ങളെ, വിശദീകരിക്കേണ്ടതില്ലല്ലോ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത്. ഒരു പിതാവിന് ഒരു മാതാവിന് തങ്ങളുടെ മക്കളോടുള്ള സ്നേഹം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പിതാവിനും എന്റെ മാതാവിനും എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വാക്കുകളാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ തോന്നിപ്പോയാൽ എന്ത് ഗുരുതരമായ തിന്മകൾ നമ്മളോട് ചെയ്താലും ശരി, മക്കളായ നമ്മൾക്ക് ആ മാതാവിനോടും പിതാവിനോടും അതേ ഏറെ വലിയ ബാധ്യത ഈ ദുനിയാവിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ബാധ്യതകളിൽ നിന്ന് ഒന്നുപോലും നമ്മൾ നിർവഹിക്കാതെ പോയാൽ, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ പോയാൽ, അവരോട് സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിക്കാതെ പോയാൽ, അവരോട് കൂടിയാലോചിക്കേണ്ട സമയങ്ങളിൽ അവരെ അകറ്റി നിർത്തിയാൽ അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഘടകം. അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും മാതാവിനോടും പിതാവിനോടും നമ്മുടെ മാതാക്കൾ മരിച്ചുപോയവരുണ്ടെങ്കിൽ, പിതാക്കൾ മരിച്ചുപോയവരുണ്ടെങ്കിൽ കണ്ടമിടറി കണ്ണീരൊലിപ്പിച്ച് അതേ തപിക്കുന്ന ഹൃദയത്തോടുകൂടി തൗബയുടെ താലം അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുക. അള്ളാഹുവിനോട് നമ്മൾ ഏറെ പണിപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അത്. പടച്ചവനെ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്റെ പിതാവിനോട് മാതാവിനോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു റബ്ബേ. അവരുടെ വാക്കുകൾ എനിക്ക് ദഹിക്കാത്തതിന്റെ പേരിൽ, എന്റെ വിദ്യാഭ്യാസത്തിന് വിവരമില്ലാത്തത് കൊണ്ട് റബ്ബേ ഞാൻ ചെയ്തു പോയി എന്ന് ഈ പരിശുദ്ധ റമളാനിൽ പറഞ്ഞേക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൻസിലൂ അന്നാസ മനാസിലഹും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തർക്കും
ഓരോ സമൂഹത്തിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും, മാതാവിനും പിതാവിനും ആ ബന്ധപ്പെട്ടവർക്കെല്ലാം, മക്കള് മാതാക്കൾക്ക്, പിതാക്കൾക്ക് പിതാവും മാതാവും മക്കൾക്ക് എല്ലാം കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഉമ്മയോടുള്ള ഇഷ്ടം എത്രമേൽ വലിയ ഇഷ്ടമായിരുന്നു. ആ ഉമ്മ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതേ ആ പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആളാണ്. ആ മാതാവും പിതാവും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഏതായിരുന്നാലും അവർ ഹിദായത്ത് പ്രാപിച്ചവരായിരുന്നു എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ തെളിവില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ മുഅ്മിനീങ്ങളെ. ആ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഉമ്മാക്ക് വേണ്ടി അല്ലാഹുവേ എനിക്കൊന്ന് ഇസ്തിഗ്ഫാർ തേടാനുള്ള സാങ്ഷൻ തരണേ പടച്ചവനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നിരന്തരമായി കേണപേക്ഷിക്കുകയാണ്. ഇല്ല, ചാൻസ് ഇല്ല. അല്ലാഹു പറയുന്നു, മുഹമ്മദേ അതിന് ചാൻസ് ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങിപ്പോയില്ലേ, മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനൂ അയസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ. അതേ, മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനൂ ഒരു പ്രവാചകന് ചേർന്നതല്ല, അതുപോലെ സത്യവിശ്വാസികൾക്കും ചേർന്നതല്ല. ശിർക്ക് ചെയ്തുകൊണ്ടാണ് ആരെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയതെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അതേ ഒരു മാതാവിനും പിതാവിനും അല്ലാഹു ലോകത്തൊരാൾക്കും സമ്മതം കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖേദിക്കേണ്ട മറ്റൊരു വിഷയമാണ്, മാതാവും പിതാവും ശിർക്കിന്റെ കൂടാരങ്ങളിലാണ് ജീവിക്കുന്നത്. അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുന്നവരാണ്. അവരോട് എന്നോളം പറഞ്ഞിട്ടില്ല, ഉമ്മ, പൊന്നുപ്പ, യാ ബത്തി, എന്റെ പിതാവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടക്കിടക്ക് പറഞ്ഞതെന്താ? തൗഹീദല്ലേ ഉപ്പയോട്. പിതാവേ വിഗ്രഹങ്ങൾ ഒഴിവാക്കണേ, യാ ബത്തി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അങ്ങനെ ആയിപ്പോയാൽ ചിലപ്പോ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിച്ചു എന്ന് വരില്ല. നോക്കണേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്നേഹം അടക്കി വെക്കാൻ സാധിക്കുന്നില്ല. വേണ്ട അല്ലാഹുവേ, ഇസ്തിഗ്ഫാർ ഞാൻ തേടുന്നില്ല. അങ്ങ് അബവായിൽ അതേ മറമാടപ്പെട്ട തന്റെ മാതാവിന്റെ ഖബറിന്റെ ചാരത്തൊന്നു പോയി നിൽക്കാനുള്ള അനുവാദമുണ്ടോ? അല്ലാഹുവേ, ഈ പാവപ്പെട്ട മുഹമ്മദിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ചോദിച്ചപ്പോ ആണല്ലോ അല്ലാഹു അവസാനം സമ്മതം കൊടുക്കുകയാണ്. ഓ നബിയെ, നിങ്ങൾക്ക് മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കാം, പക്ഷേ ഇസ്തിഗ്ഫാർ പാടില്ല. ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അടുക്കൽ പോവേണ്ട താമസം, വബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബക്കാ ഹൗലഹു. റസൂലുള്ളാഹി ദാ ഉമ്മയെ, പെറ്റുപോറ്റിയ ഉമ്മയെ, 6 വയസ്സുവരെ മാത്രം എന്നെ താലോലിക്കാൻ ചാൻസ് ലഭിച്ച ആ മാതാവാകുന്ന ആമിനയെ ഓർത്ത് വിങ്ങി വിങ്ങി പൊട്ടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കണ്ണുനീര് കണ്ട് അതേ അടക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള സഹാബത്തും പൊട്ടിക്കരഞ്ഞു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എത്രമേൽ വലിയ സ്നേഹമാണ് നമുക്ക് നമ്മുടെ മാതാവിനോടും പിതാവിനോടും ഉണ്ടാവേണ്ടത്. സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കണേ. രണ്ടായത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഒരുപക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമായിരിക്കാം ഞാൻ അതിലെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ആവർത്തനമാണെങ്കിലും നമ്മൾ വീണ്ടും കേൾക്കേണ്ടതാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു, ഓ മനുഷ്യ അടിമ, അല്ലാഹു അടിമേ, അല്ലാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്, നീ അല്ലാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ. ലോകത്ത് ഒന്നാമതായി അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ അമരമായ അജയ്യമായ വിഷയമേ അത്. അല്ലാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? നീ നിന്റെ മാതാവിന് പിതാവിന് അതേ നന്മ ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം എത്രയാണ്.
പക്ഷെ എനിക്ക് പറയാനുള്ളൊരു വിഷയം, എന്നാൽ വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ എന്ന കൽപ്പന ആരോടാ? ആ കൽപ്പന ആരോടാ? പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മളോടാണ്. അതേ, മക്കളോടാണ്. മാതാക്കളും പിതാക്കളുമുള്ള മക്കളോടാണ് അല്ലാഹുവിന്റെ കൽപ്പന. എന്തേ അത് പറയാനുണ്ടായ കാരണം? ഒരു മാതാവിനോടും പിതാവിനോടും മക്കളെ സ്നേഹിക്കണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? അത് ഫിത്രത്തുല്ലാഹില്ലതീ ഫതറന്നാസ അലൈഹാ. അല്ലാഹു ഈ ലോകത്തെ പടച്ച അന്ന് തന്നെ, മനുഷ്യനെ പടച്ച അന്ന് തന്നെ ഓരോ മനുഷ്യന്റെ മനസ്സിലും അല്ലാഹു ഇറക്കി വച്ചിട്ടുള്ള അതേ സ്നേഹത്തിനു വേണ്ടതായ ഒരു എൻസൈം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളോട് മാത്രമാണ് ഇവിടെ പറയേണ്ടത്. പിതാവിനോടും മാതാവിനോടും അഭിസംബോധനയില്ല. മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ആവശ്യമില്ല. ചിന്തിക്കണം. അവിടെ തന്നെ ഖുർആൻ നമുക്ക് ഏറ്റവും വലിയ ചിന്തയാണ് നൽകിയിട്ടുള്ളത്. നമ്മളോടാണ് ആ കൽപ്പന. അല്ലേ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. എത്രയോ വട്ടം കേട്ട ആയത്താണ്. ആ പ്രിയ മാതാവും പിതാവും അജ്മീരിലേക്ക് പോവണമെന്ന് പൊന്നുമോനോട് പറയുകയാണ്. നാഗൂരിലേക്ക് പോവണം, അതേ കാഞ്ഞിരമുറ്റത്തേക്ക് പോവണം, സിയം മക്കാമിലേക്ക് പോവണം. എന്തിനാ? ഈ ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി. ഉമ്മയുടെ ഉപ്പയുടെ ആദിയും വ്യതയും അസുഖമൊന്ന് അവിടെ പറഞ്ഞ് ഷെയ്ഖിനോടൊന്ന് പറഞ്ഞിട്ട് ആ അസുഖത്തെ ഒന്ന് ഭേദമാക്കി കിട്ടാൻ അവരുടെ ഖബർ നീ സന്ദർശിക്കണം, അവരോട് നീ പോയി കാര്യം പറയണം മോനെ എന്ന് പറയുകയാണ്. ആ മകൻ തൗഹീദുള്ള മകനാണെങ്കിൽ ഒരിക്കലും അവൻ പോവില്ല. അതവൻ അനുസരിക്കേണ്ടതില്ല. ഒരു മക്കളോടും അല്ലാഹു പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങളുടെ മാതാവും പിതാവും പറയുന്നതെങ്കിൽ, നിങ്ങൾക്കറിവില്ലാത്ത കാര്യം നിങ്ങളോട് പറയുന്നു, തിന്മകൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് മാത്രം നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. ശേഷം എന്താ പറഞ്ഞത്? വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അതേ, മക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പിതാവും മാതാവും അതേ തന്റെ സംഘടനയിലോ താൻ സ്വീകരിച്ച മതത്തിന്റെ ആശയത്തിന്റെ അതിന്റെ ഭൂമികയിലോ അല്ലെങ്കിലും ശരി, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവില് മാന്യമായി പെരുമാറണം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്കത് ചിന്തിച്ചാൽ ഉൾക്കൊള്ളാനും കഴിയില്ല. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ, പ്രവാചകന്റെ കൂടെ അന്തിയുറങ്ങണമെന്ന് ആഗ്രഹിച്ചവർ, റസൂലുള്ളാഹിയെ തൊട്ടുരുമി നടന്നവർ, അല്ലേ? പ്രവാചകന്റെ ചൂടും ചൂരും അറിഞ്ഞവർ. അതുകൊണ്ട് ഉമ്മയുടെ ചൂടും ചൂരും എനിക്കറിയണം, പിതാവിന്റെ ചൂടും ചൂരും അറിയണം. പിതാവിന്റെ ഗന്ധം വേണം എന്റെ നാസ്വാധാരത്തിലെപ്പോഴും. പിതാവിന്റെ വിഷമങ്ങൾ എന്റെ വിഷമമാവണം, പിതാവിന്റെ ദുഃഖം എന്റെ ദുഃഖമായി എന്നിൽ ലയിച്ചു ചേരണം. എന്തു വേണം? അതിനാ ഖുർആൻ പറഞ്ഞത്, വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നീ അവരുടെ കൂടെ തന്നെ സഹവസിക്കണം. ശരി, മൃതപ്രായമായ മാതാവിനെയും പിതാവിനെയും പിച്ചും പിഴയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ IPS-കാരനോ IAS-കാരനോ MBBS-കാരനോ ആയ നമ്മുടെ വീട്ടിൽ വലിയ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മട്ടുപ്പാവിലിരിക്കുന്ന നമ്മുടെ വീട്ടിന്റെ ഉള്ളില് നമ്മളെ സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ ചാള്യത തോന്നുന്ന രൂപത്തിൽ മൃതപ്രായരായി നിൽക്കുന്ന പിച്ചും പിഴയും പറയുന്ന മാതാവിനെയും പിതാവിനെയും എന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമോ? പുരോഗമനവാദിയായ ഒരു മകന്റെ ചോദ്യം മനസ്സിലുള്ള ചോദ്യമായിരിക്കാം അത്. അതെ, നിന്റെ കൂടെ തന്നെ താമസിക്കണം, നിന്റെ മാതാവും പിതാവും നിന്റെ കൂടെ തന്നെ താമസിക്കണമെന്നത് ഖുർആനിന്റെ നിർബന്ധമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കേണ്ടതില്ല. ഓൾഡ് ഏജ് റൂമുകളിൽ കൊണ്ടുപോയി തള്ളാൻ, അതല്ലെങ്കിൽ തറവാട് വീട് എന്ന് പറയപ്പെടുന്ന ഒരു വീട് എപ്പോഴും നിലം പൊത്താൻ സാധ്യതയുള്ള ഒരു വീട്ടിന്റെ അധിക വീടുകളിലും അങ്ങനെയാണ് അവസ്ഥ. ആ ഇളയ മകനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ യാതൊരുവിധ സാമ്പത്തിക ശേഷിയുമില്ലാത്ത ഒരു ഇളയ മകനെ ഏൽപ്പിച്ച് അങ്ങ് പോയിട്ടുണ്ടാവും ബാക്കിയുള്ള മക്കളൊക്കെ. നല്ല സുന്ദരമായി ഗൾഫിൽ ഫ്ളാറ്റിൽ താമസിക്കുകയാണ്, അല്ലെ?
ഇവിടെ തന്നെ നല്ല വീടെടുത്ത് താമസിക്കുന്നു. മാതാവും പിതാവും എവിടെ താമസിക്കുന്നത് അവൻ അറിയാം. ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നോക്കും, വല്ലതും കൊടുക്കും. പക്ഷേ സഹവസിക്കാൻ തയ്യാറില്ല. ആ ഉമ്മയെ പിടിച്ച് മാതാവിനെ പിടിച്ച് അതേ പ്രാഥമികമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരുമില്ലാത്തപ്പോ അത് ചെയ്തു കൊടുക്കേണ്ടവനാണ് ഞാൻ, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, മാതാവും പിതാവും രോഗിയായി കിടക്കുക, നോക്കാൻ ആരാ ഉണ്ടാകുക? ഒരു പണിയില്ലാത്ത കുടുംബത്തിൽപ്പെട്ട സാധുക്കളായ ചില ആൾക്കാർ, അവരിൽപ്പെട്ട മകളോ മകനോ ഉണ്ടാവും, അല്ലേ? ബാക്കിയുള്ളവരൊക്കെ നല്ല ബിസിനസ്സുകാരോ കാര്യങ്ങളുള്ളവരായിരിക്കും. അവരൊക്കെ അവന്റേതായ പാടെ പോയിട്ടുണ്ടാവും. അവസാനം ഒരു പട വിരല്. എപ്പോഴാ വിരലെന്നറിയോ? പ്രിയ മാതാവ് മരിച്ചിരിക്കുകയാണ്, പ്രിയ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. അന്നോളം നോക്കാൻ ചാൻസ് കൊടുത്തിട്ട് ഉപയോഗപ്പെടുത്താത്ത മൂത്ത പെങ്ങളും അതിന്റെ താഴെയുള്ള പെങ്ങന്മാരും ഒക്കെ മക്കളടക്കണ്ടാവും. ജാഹിലിയ കാലഘട്ടത്തിൽ കരഞ്ഞു നടന്നറില്ലേ, അതേ രൂപത്തിൽ കൂട്ട നിലവിളിയായിട്ട് കടന്നു വരുന്ന അവസാനം ഈ ഉമ്മ മൃതപ്രായമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഉത്തരവാദിത്വമുള്ള അനുജനോ ആങ്ങളെയോ വിളിച്ചിട്ട് വരാത്ത പെങ്ങള്, വരാത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നവൻ, വരാത്ത ബന്ധു എന്ന് പറയുന്നവൻ, അല്ലേ? അവനെന്ത് ധാർമ്മികമായ അവകാശമുണ്ട് അവിടെ വന്ന് കരയാൻ? കാണാൻ അവകാശമില്ലെന്നല്ല, അവിടെ വന്ന് ഈ കാപട്യം കരഞ്ഞു തീർക്കുന്ന എത്രയോ മക്കളുണ്ട്, അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? എവിടെയാ സ്നേഹം വേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ അവരോട് സ്നേഹം വേണ്ടത്? പ്രിയ മുഅ്മിനീങ്ങളെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതാ, ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് ഇതൊക്കെയാ നമ്മുടെ അവസ്ഥ, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ആലോചിക്കണേ, ഒരു വട്ടമല്ല പലവട്ടം ആലോചിക്കണേ മുഅ്മിനീങ്ങളെ. ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോ ഒരു ചരിത്രം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രമാണ്. കൂടെ സഹവസിക്കണമെന്ന് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തൂ നിങ്ങൾ ഈ ചരിത്രത്തെ. എന്താണത്? എത്ര ചെയ്താലും എത്ര ചെയ്തു കൊടുത്താലും അല്ലാഹുവും അവന്റെ പ്രവാചകനും കഴിച്ചാൽ ഉമ്മയോളം വലുത് ഉപ്പയോളം വലുത് ഈ ദുനിയാവില് വേറെ ഒന്നുമില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്നതായ പാഠം. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ആരുടേതാണ് ചരിത്രം? അതേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷിത്വത്തിലാണ് നടക്കുന്നത് ആ സംഭവം. എന്താണ് ആ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി നിൽക്കെ ഒരു ചെറുപ്പക്കാരനുണ്ട് തന്റെ പ്രിയ മാതാവിനെ തോളിലേറ്റിയിരിക്കുകയാണ്. ചെറിയ കുട്ടികളെ തോളിലേറ്റിയതുപോലെ മാതാവിനെ തോളിലേറ്റിയിട്ട് പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കഅബാലയത്തെ തവാഫ്, നിങ്ങൾ മുകളിൽ പോയി നിസ്കരിക്കും. പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന പൊന്നുമോനെ കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യുന്ന സേവനം അതിമഹത്തായ ഒരു സേവനമാണ്. ഉമ്മ മൃതപ്രായമായതുകൊണ്ട് തവാഫ് ചെയ്യാൻ സാധിക്കാത്ത ഉമ്മയെ തോളിലേറ്റിയിട്ടാണ് ഈ മകൻ ആ തിരക്കുള്ള തവാഫിന്റെ വേളയിൽ തവാഫ് ചെയ്യുന്നത്. കുറച്ചകലെ നിൽക്കുന്ന പ്രവാചകനോട് ഈ പൊന്നുമോൻ വിളിച്ചു ചോദിക്കുകയാണ്, ഓ നബിയേ, മതിയായോ? നബിയേ, ഞാൻ എന്റെ മാതാവിനോട് ചെയ്ത സേവനം മതിയായോ? എന്ത് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മതിയായിട്ടില്ല മോനെ, പോര മോനെ, ആയിട്ടില്ല മകനെ. നിന്റെ മാതാവ് നിന്നോട് ചെയ്ത സേവനത്തിനുള്ള പരിഹാരമായിട്ടില്ല മോനെ എന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈശയെന്ന് 100 രൂപയും കൊടുത്ത് കഴിച്ചിലാകുന്ന നമ്മൾ ഓർക്കണം. മാതാവിനും പിതാവിനും അവരുടെ സംരക്ഷണത്തിലേക്ക്, ആ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് 5 or 6 മക്കളുണ്ടെങ്കിൽ ചെറിയൊരു ചെക്ക് അയച്ചു കൊടുക്കുന്നവർ ഓർക്കണം. അതുകൊണ്ടായോ? മതിയായില്ല. സാന്ത്വനമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒന്ന് തൊട്ടുനോക്കാൻ, ഒന്ന് തലോടാൻ, ഒന്ന് തടവാൻ. അതേ, നിന്നെ തലോടിയതുപോലെ, നിന്നെ തൊട്ടതുപോലെ നിന്നോട് ഒരുപാട് അടക്കം പറഞ്ഞ് നിനക്കൊരുപാട് അതേ സുഖങ്ങൾ പകർന്നു തന്ന ആ മാതാവിന്റെ പിതാവിന്റെ ചാരത്തൊന്ന് കിടന്നിട്ട് അതേ ആ മാതാവിനോടും പിതാവിനോടും സാന്ത്വനിപ്പിച്ചൊന്ന് സംസാരിക്കാൻ സമയം കിട്ടാത്തവരാണ് നമ്മളെങ്കിൽ അവരെ തോളിലേറ്റിയാലും പോരാ, അവരെ തലയിലേറ്റിയാലും പോരാ.
അല്ലാഹുവിന്റെ പ്രവാചകനാണ് നോക്കി നിൽക്കുന്നത്. കാരണം എന്താണ്? ആ റസൂലുള്ള പറഞ്ഞു, ഹുമാ ജന്നത്തുക വനാറുക, അതെ അവരാണ് നിനക്ക് സ്വർഗം തീർക്കുന്നവർ, അവര് തന്നെയാണ് നിനക്ക് നരകവും തീർക്കുന്നത്. അവരാണ് നിന്റെ സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ നീ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകണോ എന്ന് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും അതേ തീരുമാനത്തിന് ശേഷം തീരുമാനമെടുക്കാനുള്ളവർ ആരാണ്? ഈ മാതാവും പിതാവുമാണ്. അവരോട് നീ ക്രൂരത ചെയ്തുവെങ്കിൽ നീ എത്ര വലിയ മുവഹിദായിട്ടും കാര്യമില്ല, എത്ര വലിയ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നീ കടക്ക് പുറത്ത് എന്ന് അല്ലാഹു നാളെ പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. റിളൽ വാലിദൈനി റിളൽ വാലിദൈനി റിളർ റബ്ബി റിളൽ വാലിദൈൻ റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയിലാണുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇനി മറ്റൊരു ചരിത്രവും കൂടി, വളരെ ഹൃദയസ്പൃക്കായ ഒരു ചരിത്രമാണ്, ആരെയും ഞെട്ടിപ്പിക്കുന്ന ചരിത്രമാണിത്. കേൾക്കണേ, ഒന്നുകൂടി കേട്ടവരുണ്ടെങ്കിൽ വീണ്ടും കേൾക്കണേ. പറഞ്ഞ ഞാൻ തന്നെ വീണ്ടും പറയണം. ഇത് എന്തിന്? എനിക്ക് എന്റെ ഉമ്മയോട് എന്റെ പെറ്റ ഉമ്മയുടെ ഉള്ളു പൊള്ളിക്കുന്നവനാണ് ഞാനെങ്കിൽ നിങ്ങളെങ്കിൽ ഈ ചരിത്രം ഒരാവർത്തിയല്ല പലാവർത്തി കേൾക്കണം. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും വലിയൊരു പാഠമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാരകമായ രോഗം പിടിപെട്ട് കിടക്കുകയാണ് ഒരു മനുഷ്യൻ, ഒരു സഹാബി, റസൂലുള്ളാഹിന്റെ സഖാക്കളിൽപ്പെട്ട ഒരു സഖാവ് മാരകമായ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ആ സഹാബിയുടെ പേര് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അൽഖമ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അൽഖമ അതാ ഗുരുതരമായ രോഗം പിടിപെട്ട് കിടക്കുന്നു. ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമായി. ആരോട് പറയും? ആരോടും പറയാനില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്നെയാവാം പരാതി പറയുന്നത്. റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് അൽഖമ ഗുരുതരമായ രോഗശയ്യയിലാണ് നബിയേ, നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹിയോട് പറയുന്നു. അതേ, അവരെ പരിചരിച്ച് കിട്ടാൻ ആരെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഖമ റളിയല്ലാഹുവിന്റെ ചാരത്തേക്ക് പറഞ്ഞയച്ചു കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ്? ചരിത്രം പറയുന്നു, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മൂന്ന് പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അൽഖമക്ക് സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു കൊടുക്കുക. ചുരുക്കത്തിൽ അൽഖമയുടെ അടുത്ത് എത്തിയ സഹാബികൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അൽഖമ മരണത്തോട് മല്ലിടുകയാണ്, അവസാന നിമിഷങ്ങളാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭാര്യ ചൊല്ലിക്കൊടുക്കുന്നു, ചൊല്ലാൻ സാധിക്കുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് മടങ്ങി വന്നുകൊണ്ട് പരാതി പറയുകയാണ്, ഓ നബിയേ, നിങ്ങളുടെ സഹോദരൻ അൽഖമ മരിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത്. കലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ അൽഖമ കഴിയുന്നില്ല നബിയേ. റസൂലുള്ള ചോദിക്കുന്നു, അൽഖമയുടെ മാതാവോ പിതാവോ ജീവിച്ചിരിപ്പുണ്ടോ? അതേ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബിയേ, പിതാവ് മരിച്ചു പോയതാണ് എന്റെ ഓർമ്മ, മാതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. എങ്കിൽ ആ പ്രിയ മാതാവിനോട് റസൂലുള്ള പറഞ്ഞയക്കുകയാണ്, ആ പ്രിയ മാതാവിനോട് എന്റെ അടുക്കലൊന്ന് വരാൻ പറയണം ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു മാതാവിനെ തെരഞ്ഞന്വേഷിച്ച് ആ വീട്ടിലെത്തിയപ്പോൾ മൃതപ്രായത്തിലെത്തി നിൽക്കുന്ന മാതാവ് അവിടെയുണ്ട്. ആ മാതാവിനോട് റസൂലുള്ള നിങ്ങളെ അന്വേഷിക്കുന്നു, നിങ്ങളോട് കഴിയുമെങ്കിലൊന്ന് അങ്ങ് വരെ ചെല്ലാൻ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ബിലാലിനോട്, വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയതാ പ്രവാചകനാണല്ലോ വിളിച്ചത്, വടികുത്തിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ എത്തി നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ചോദ്യമാണ്, നിങ്ങളുടെ മകൻ അൽഖമയുമായി നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതായിരുന്നില്ല ഉമ്മ. ഉമ്മ കുറെ ഓർത്തു നിന്ന് പറഞ്ഞു, നബിയേ, എന്റെ മകൻ ഞാനുമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവനെനിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ്. ഓർത്തെടുത്തുമ്മ പറഞ്ഞു, പക്ഷേ നബിയേ, അവൻ കല്യാണം കഴിച്ച അന്ന് മുതൽ, അവൻ വിവാഹിതനായ അന്ന് മുതൽ, അവന്റെ പുതുനാരി വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ അതേ ചെറിയ ഒരു വിഷമം എനിക്കുണ്ടായിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? അവൻ കല്യാണം കഴിച്ചതിന്റെ പേരിലല്ല. എടുക്കാൻ പറയട്ടെ,
ചില മാതാക്കളും പിതാക്കളുണ്ട്, മക്കള് കല്യാണം കഴിച്ച് അവർ മണിയറയിൽ എന്തെങ്കിലും ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ മതി, അപ്പൊ ഇവർക്ക് ഇവിടെ തുടങ്ങി പഴയ കാലഘട്ടം ഓൽക്ക് ഓർമ്മല്ല, ഓലെയും കുറ്റം പറയണല്ലോ അല്ലേ. ഞാൻ എന്റെ ഗൗരവം നഷ്ടപ്പെടുത്താനല്ല. മാതാക്കളെ പിതാക്കളെ, നിങ്ങൾ പലപ്പോഴും പല വേദികളിലും നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടം ഓർക്കാറില്ല. അങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ഇവിടെ അൽഖമ റളിയല്ലാഹു അൻഹു അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല, മാതാവിനെ പരിഗണിച്ചില്ല എന്നത് നമുക്കൊരിക്കലും പറയാനും പറ്റൂല. ഞാൻ അങ്ങനെ എന്റെ നാവുകൊണ്ട് പറയില്ല. ഒരു സഹാബിയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും അങ്ങനെ മോശം പറയാൻ പറ്റൂലല്ലോ. പക്ഷേ ഇസ്ലാമിന്റെ ചരിത്രം ഹദീസ് പറഞ്ഞു നിരത്ത് നിൽക്കാൻ നമുക്ക്. മാതാവ് അൽഖമയെക്കുറിച്ച് പറഞ്ഞ പരാതി എന്താണ്? ഭാര്യയെ പരിഗണിച്ചു, ഞാനുമായി ആലോചിക്കേണ്ട വിഷയം പലപ്പോഴും ആലോചിച്ചില്ല, ഭാര്യയോട് മാത്രം ആലോചിച്ചു. എന്നെ ചിലപ്പോ പിണക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചില വേദന എനിക്ക് ഉണ്ടായിട്ടുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയുന്നു, എങ്കിൽ ബിലാലെ, ഇപ്പോൾ തന്നെ അൽഖമക്ക് ഈ ദുനിയാവിൽ തന്നെ നമുക്ക് ശിക്ഷ തീർക്കാം, നരകം തീർക്കാം. ബിലാലെ, കൊണ്ടുവരൂ, വിറക് കൊണ്ടുവരൂ. അൽഖമയെ ഇവിടെ വെച്ച് തന്നെ ചുട്ടരിച്ചു കളയണം. പ്രിയമാതാവിന്റെ മനസ്സ് തേങ്ങുകയാണ്, വെമ്പൽ കൊള്ളുന്നു. ഓ നബിയെ, പാടില്ല, എന്റെ പൊന്നുമോനെ നിങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ വിട്ടുകൊടുത്തേക്കാമല്ലേ. എങ്കിലും ഇതിനേക്കാൾ വലിയ ശിക്ഷയാണ് നാളെ പരലോകത്ത് നിങ്ങളുടെ പൊന്നുമോന് അനുഭവിക്കാനുള്ളത്. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, മരണമില്ല, ജീവിതമില്ലാത്ത ആ നരകലോകത്തേക്ക് നിങ്ങളുടെ മകനെ എടുത്തെറിയപ്പെടും ഉമ്മ, അതുകൊണ്ട് പുറത്തു കൊടുത്തേക്കണേ ഉമ്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ആ പ്രിയമാതാവ് എല്ലാം പുറത്തു കൊടുത്തു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. അവിടെ യഥാ പ്രശ്നങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ അൽഖമ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി വിട ചൊല്ലുകയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചരിത്രം അവസാനിപ്പിച്ച് പറയുന്നു, അൽഖമയുടെ മയ്യത്തും നമസ്കരിച്ചു എന്ന് ഇസ്ലാമിന്റെ ചരിത്രം. നമുക്കുള്ള പാഠെന്താ? നല്ലൊരു ചരിത്രം കേട്ടു അല്ലേ? ഈ ചരിത്രത്തിൽ നിന്നുള്ള പാഠം ഞാൻ പറയേണ്ടതില്ല. ഉമ്മയെ അവഗണിച്ചാൽ, ഉപ്പയെ അവഗണിച്ചാൽ, മരിക്കുന്ന അവസാനത്തെ പൊസിഷനിൽ ഞാൻ എന്നോട് പറയുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ കലിമ ചൊല്ലാൻ സാധിച്ചു കൊള്ളണമെന്നില്ലെന്ന ബോധം അസീസലാഹി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു നടക്കുന്ന എന്നെ ആദ്യം ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. പ്രിയ മുഅ്മിനീങ്ങളെ, അങ്ങനെ എത്രയോ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സഹാബികൾ നമുക്ക് പകർന്നു തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ചിന്തിക്കാനാണ്. അവർ നമുക്ക് അലങ്കാരമാണ്, നമ്മുടെ വീട്ടിന്റെ അലങ്കാരമാണ്. അവർ നമ്മുടെ ഏറ്റവും വലിയ കാവലാണ്. അതേ, അവരുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ കാവലാണ്. അതേ, അവരുടെ കൈത്തലങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ സ്പർശനങ്ങൾ എന്ന് പറയുന്നത്, അതേ, അത് അനുഗ്രഹത്തിന്റെ മേഘവർഷമാണ്. ആ ഉമ്മയുടെ പിതാവിന്റെ അതേ തലോടലുകൾ. അതുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ഒന്നും വേണ്ട നമുക്ക്. അവരുടെ സൗന്ദര്യം എവിടെ പോയി? ഉറക്കെ ആലോചിച്ച് നോക്കും നമ്മൾ. എവിടെ പോയി നമ്മുടെ പ്രിയ മാതാവിന്റെ സൗന്ദര്യം, പ്രിയപ്പെട്ട പിതാവിന്റെ സൗന്ദര്യം എവിടെ പോയി? ആർക്ക് വേണ്ടിയാണ്? അതേ, ഏതൊരുത്തനും കാത്തു സൂക്ഷിക്കുന്ന ആ സൗന്ദര്യം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് മാതാവിന്റെ നെഞ്ചകത്ത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായ, അള്ളാഹു നിറച്ചു വെച്ചിട്ടുള്ളതായ ലോകത്തെ ഏറ്റവും വലിയ സമ്പുഷ്ടമായ, ഏറ്റവും പോഷകമൂല്യങ്ങൾ അടങ്ങിയ ആ പാല് കുടിച്ച നമ്മൾ ഓർക്കേണ്ടതല്ലേ? ഉമ്മയുടെ നെഞ്ചകത്തിൽ നിന്ന് വരുന്ന അമ്മിഞ്ഞ പാല് നുകർന്നവരാ നമ്മൾ. അതോടുകൂടി പോയി ഒരു പ്രസവത്തോടുകൂടി, രണ്ടാമത്തെ പ്രസവത്തോടുകൂടി ഉമ്മയുടെ സൗന്ദര്യം പോയില്ലേ?
ആ സൗന്ദര്യം ഊറ്റിക്കുടിച്ചവരല്ലേ നമ്മള്. നമ്മുടെ പിതാവിന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് ശരീരം അതേ മോശമായി പോയതെന്തേ ചെറുപ്പക്കാരാ? ആ പിതാവിന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ തിളപ്പ് നഷ്ടപ്പെട്ടു പോയതെന്തുകൊണ്ട്? നിനക്ക് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചപ്പോ അതെവിടെ പോയി? ആ സൗന്ദര്യം അതെവിടെ പോയി? ആ രക്തത്തിളക്കം എവിടെ പോയി? ആ പിതാവിന്റെ സിരകളിൽ ഓടിയ ജീവന്റെ ഏറ്റവും നല്ല കരുത്തുറ്റ അതിന്റെ നിമിഷങ്ങളും അതിന്റെ വശങ്ങളും എവിടെ പോയി? അതേ എവിടെയും പോയിട്ടില്ല. നിന്റെ ശരീരത്തിലുണ്ട്. ഉമ്മയിൽ നിന്ന് ചോർന്നു പോയ സൗന്ദര്യം നിന്നിലുണ്ട് അല്ലേ? ഉമ്മയിൽ നിന്ന് ചോർന്നു പോയ സൗന്ദര്യം നിന്നിലുണ്ട്. ഉപ്പയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം നിന്നിലുണ്ട്. ഓർക്കാത്ത മക്കളെ, നിങ്ങൾ ഓർക്കുന്ന അവസാനത്തെ ഒരു നിമിഷമുണ്ട്. ആ നിമിഷം ഞാൻ പറയേണ്ടതില്ല. ഇതേ പ്രായത്തിൽ നിങ്ങളെത്തുമ്പോ നിങ്ങളെ ദുനിയാവിൽ നിന്ന് അള്ളാഹു അതേ ഏറ്റവും വലിയ നിന്ദ്യത നൽകിയിട്ട് അള്ളാഹു ശിക്ഷിക്കും. യാതൊരു സംശയവും വേണ്ട. ചിലതിനൊക്കെ ദുനിയാവ് തന്നെ തിരിച്ചടി ഉണ്ടാവും എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മ ഉണ്ടാവണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമുക്കൊക്കെയും മരിച്ചു പോവണം. എന്താ വേണ്ടത്? മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അതേ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവസാനമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ടതാണ്. പറഞ്ഞു പോകുന്ന അവസാനിപ്പിക്കുന്നത് എന്താണത്? മാലിക് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വരികയാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. നബിയേ, എന്റെ മാതാവും പിതാവും മരിച്ചുപോയി. ഹദീസിന്റെ സാരാംശമാണ്, കഥ കേൾപ്പിക്കുകയല്ല. ഓ നബിയേ, എന്റെ മാതാവും പിതാവും മരിച്ചുപോയി. അവർക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ എന്തൊരു പുണ്യമാണ്, എന്തൊരു നന്മയാണ് എനിക്ക് ചെയ്യാനുള്ളത് നബിയേ. നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നല്ല മോനെ, ഒരുപാട് പുണ്യങ്ങൾ നീ നിന്റെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ചെയ്തു വെക്കേണ്ടതുണ്ട്. അതിലൊന്ന് നീ അവർക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കലാണ്. ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, നല്ലത് തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയണം, ഉപ്പാക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറയണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധ റമളാനിൽ നമ്മളെ പെറ്റുപോറ്റിയ ഉമ്മ, ജീവിച്ചിരിക്കുന്ന ഉമ്മയാണെങ്കിലും മരിച്ചുപോയ ഉമ്മയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന പിതാവാണെങ്കിലും ജീവിച്ചിരിക്കാത്ത പിതാവാണെങ്കിലും ശരി, മറക്കല്ലേ, അവരെ മറക്കല്ലേ. റസൂലുള്ള പറഞ്ഞു, മരിച്ചുപോയവർക്ക് പ്രത്യേകം നീ ദുആ ചെയ്യണം. അക്കൂട്ടത്തിൽ അവരുടെ നരകമോക്ഷത്തിന് വേണ്ടി നീ ദുആ ചെയ്യണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട. ശിർക്ക് ചെയ്തു എന്ന വ്യക്തമായ ബോധമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൂടാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് തേങ്ങാം, മനസ്സിന്റെ തേങ്ങലുകൾ. അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാക്കളെയും പിതാക്കളെയും ശിർക്കിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആരെയും സുഖിപ്പിച്ചുകൊണ്ട് ആ വിഷയം പറയാൻ പറ്റൂല. ചില ആൾക്കാരൊക്കെ വിഷമമുണ്ടാവും അത് പറയുമ്പോ. പക്ഷേ പറഞ്ഞാല് ഞാൻ പിടിക്കപ്പെടും അള്ളാഹുവിന്റെ കോടതിയിൽ. ശിർക്ക് ചെയ്താൽ ഒരു കോംപ്രമൈസും ഇല്ല മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ മുമ്പിൽ ആ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. തൗഹീദിന് ആ സ്ഥാനം, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ബനൂ സുലൈമിൽ നിന്ന് കടന്നു വന്ന മനുഷ്യനോട് പറഞ്ഞത് ഒന്നല്ല രണ്ടല്ല, ഒരുപാടുണ്ട്. കൂട്ടത്തിൽ നീ പ്രാർത്ഥിക്കണം. നരകത്തിലെ മോചനത്തിന് വേണ്ടി, ഉമ്മയുടെ ഉപ്പയുടെ നരകമോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതേ, അവർ ചെയ്ത കാര്യങ്ങൾ നീ പൂർത്തീകരിക്കണം. അവർ ചെയ്തു വെച്ച ചില കാര്യങ്ങളുണ്ടാവും. പെട്ടെന്നാണ് മാതാവ് മരിച്ചുപോയത്, പെട്ടെന്നാണ് പിതാവ് മരിച്ചുപോയത്. അവർ തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നീ ചെയ്യണം. കൂട്ടത്തിൽ ചിലതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാത്തതെന്ന് പറയാൻ ഞാൻ, എന്റെ പിതാവ് എന്റെ നാട്ടിലെ പള്ളിയിൽ ഏത് ചുമരിനോട് ചാരിയിരിക്കാറുണ്ടായിരുന്നു, ആ പഴയ പള്ളിയിലെന്ന് എനിക്കറിയാം. എന്റെ പിതാവ് പരിശുദ്ധ റമളാനിൽ ഏതെല്ലാം സമയങ്ങളിൽ എത്ര നേരം പള്ളിയിലിരുന്ന് പരിശുദ്ധ ഖുർആൻ 30 ജുസും തീർക്കാനുള്ള അതേ ഒരുപാട് ജോലിത്തിരക്കിന്റെ ഇടയിൽ സമയം കണ്ടെത്തിയ പിതാവാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾക്ക് അങ്ങനെ അറിയാമുണ്ടെങ്കിൽ അതേ, അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്. അതിന്റെ തുടർ പ്രവർത്തനം ചെയ്യേണ്ടത് നമ്മളാണ്. അവർ തീർക്കാത്ത പല വസിയത്തുമായിട്ടുള്ളതുണ്ടെങ്കിൽ അതും തീർക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അതേ അവരുടേതുമായി ബന്ധപ്പെടുന്ന അവരുമായി ബന്ധപ്പെടുന്ന വല്ല കുടുംബ ബന്ധവുമുണ്ടെങ്കിൽ, പിതാവും മാതാവും വഴിക്കുള്ള കുടുംബ ബന്ധമുണ്ടെങ്കിൽ അത് നീ എപ്പോഴും പുലർത്തിപ്പോരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവ് പരിഗണിക്കുന്ന കുടുംബക്കാർ, മാതാവ് പരിഗണിക്കുന്ന കുടുംബക്കാർ, അവരെ നമ്മളായിട്ട് അവഗണിച്ചുകൂടാ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, അവരുടേതായ സഹോദരന്മാരും അതോടൊപ്പം അവരുടെ സ്നേഹിതന്മാരുമായിട്ടുള്ളവരെ നമ്മൾ പരിഗണിക്കണം. അല്ലേ? പിതാവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സഹോദരൻ വേറെയുണ്ട്. വേറെ ഒരു ഉപ്പ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഉപ്പ നമ്മുടെ ഉപ്പയുടെ, വേറെ ഒരു ഉമ്മയുണ്ട്, അത് നമ്മുടെ ഉമ്മയുടെ സുഹൃത്തായിരുന്നു. ആ സുഹൃത്താകുന്ന ഉമ്മയെ കാണുമ്പോ, ഉപ്പയെ കാണുമ്പോ തന്റെ ഉപ്പയെ ഓർമ്മ വരണം, തന്റെ ഉമ്മയെ ഓർമ്മ വരണം. അതേ, ആ ഉപ്പാക്ക് ആ ഉമ്മാക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്തേക്കണം കഴിയുമെങ്കിൽ. ഇല്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലത് പറയണം. അതേ, ഉപ്പയുടെ ഉമ്മയുടെ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കണം. അങ്ങനെ സ്നേഹം പകരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആണ്ട് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ചാവ് കഴിക്കണമെന്നോ കണ്ണൂക്ക് കഴിക്കണമെന്നോ അല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തന്റെ മാതാവിന്റെയും പിതാവിന്റെയും അതേ ഇഷ്ടജനങ്ങളായി അവർ കൊണ്ടു നടന്നവരെ നമ്മൾ പരിഗണിക്കണം. എന്നാലോ മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ച ചില കൂട്ടുകാരുണ്ടാവും. അവരെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചു കൊള്ളണമെന്നില്ല. അതും ഇടയ്ക്ക് പറയേണ്ടതാണ്. ചില ആൾക്കാരുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാത്തവര്. മാതാവിനെ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചവരെ, പീഡിപ്പിച്ചവരെ, അവർക്കിഷ്ടമില്ലാത്തവരെ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിരുത്തുന്നത്, അവരെ വല്ലാതെ പരിഗണിക്കുന്നത് ശ്രദ്ധിക്കണേ. അത് മാതാവിന്റെയും പിതാവിന്റെയും അതേ കോപം പിടിച്ചു പറ്റാനുണ്ടാകുന്ന കാരണമായിരിക്കാം. പക്ഷെ അവരോടൊക്കെ നമുക്ക് ഒരു നയമുണ്ട്. തെറ്റണമെന്നില്ല, മോശമായി പെരുമാറണമെന്നില്ല. അവരോടൊരു നയം സ്വീകരിച്ചാൽ മതി. ആ നയം എന്താന്ന് ഞാനിവിടെ വെച്ച് പറയേണ്ടതില്ല. കൊടുക്കാം, പക്ഷേ വലിയ സ്നേഹപ്രകടനം നടത്തിക്കൂടാ. കാരണം മാതാവിനെ സ്നേഹിച്ചിട്ടില്ല അവന്റെ മാതാവല്ല, നിങ്ങളുടെ മാതാവിനെ, പ്രിയ പിതാവിനെ വെറുപ്പിച്ച ആളാണെങ്കിൽ വേണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ മനപ്പാഠമുള്ളവർ ഒരുപാടുണ്ടാവാം. വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. മരണവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതേ പരലോകവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളേറെ പറഞ്ഞിട്ടുള്ള ഒരു സൂക്തമെന്ന നിലക്ക് നല്ലതാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. പക്ഷേ ഈ ആയത്തിന്റെയും നിങ്ങളുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. അല്ലാഹു പറയുന്നു, നാം മാത്രമാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ശക്തി. വേറെ ഒരുത്തനും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും അതേ ആ പ്രതിഭാസം കൊണ്ടുവരാൻ സാധ്യമല്ല. ശരീരത്തിൽ നിന്ന് റൂഹിന്റെ അംശമേ, അള്ളാഹു നൽകിയ റൂഹിന്റെ അംശമേ, അത് അള്ളാഹു അങ്ങ് തിരിച്ചെടുത്താൽ ഒരു അമേരിക്കക്കാരന്, ബ്രിട്ടനുകാരന്, ചൈനക്കാരന്, റഷ്യക്കാരന്, ഇന്ത്യക്കാരന്, ആര് തന്നെ എത്ര ശ്രമിച്ചാലും ഇന്നോളം വിജയിച്ചിട്ടില്ല. വെന്റിലേറ്ററിൽ കിടത്തുക എന്നതിനപ്പുറത്ത് ഒരു സമയം വന്നാൽ ആ റൂഹിനെ പിടിച്ചു പോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കൂല. അള്ളാഹു പറയുന്നു, ആ കർമ്മം ചെയ്യുന്നവൻ നാം മാത്രമാണ്. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നാം രേഖപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളും. വആസാറഹും, അതേ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങളായിട്ടുള്ളതിന്റെ ബാക്കി വരുന്നതായ എല്ലാ കാര്യങ്ങളും. നിങ്ങൾ മരിച്ചുപോയാലും നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് അതിന്റെ തുടർ പ്രവർത്തനമായി ഈ ദുനിയാവിൽ എന്ത് നന്മയുണ്ടാകുന്നുവോ ആ നന്മകൾ മുഴുവനും നിങ്ങൾക്ക് നന്മയായി നാം രേഖപ്പെടുത്തുമെന്ന്. അവിടെ ചിന്തിക്കുക, നമ്മൾ നമ്മുടെ മാതാവിന്റെയും പിതാവിന്റെയും തുടർ പ്രവർത്തനമായി നമ്മൾ മാറണം. നമ്മുടെ മാതാവും പിതാവും ചെയ്തു വെച്ച നന്മയുടെ തുടർ പ്രവർത്തനമായി നമ്മൾ മാറുമ്പോ നമ്മുടെ മാതാവിനും പിതാവിനും അതേ നമ്മുടെ നന്മയിൽ നിന്ന് തീരെ കുറഞ്ഞു പോവാതെ, പുണ്യമൊട്ടും കുറഞ്ഞു പോവാതെ അല്ലാഹു അതാ അവർക്ക് നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത് ഞാൻ ആവർത്തിക്കേണ്ടതുമില്ല. നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിങ്ങളുടെ മാതാവും പിതാവും അടങ്ങുന്ന നിങ്ങളുടെ അശായറുകൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ആത്മീയമായ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആത്മീയമായ ലോകത്ത് ആണല്ലോ അവർ ജീവിക്കുന്നത്. ബാഹ്യമായ ലോകമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതെ, നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മളറിയാതെ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതിയ പിതാവിന്റെ മകൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്, അതെ, ഇസ്ലാമിന് വേണ്ടി പാടുപെട്ട് അധ്വാനിച്ച് നടന്ന ആ പിതാവിന്റെ മകൻ ആ പ്രവർത്തനം തുടരുന്നത് ഉപ്പാക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? അത് ഉപ്പാക്ക് കാണിച്ചു കൊടുക്കും, ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവർ മരിച്ചാലും എപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കേണ്ടവരാണവർ. എന്റെ പിതാവിനെ ഈ സന്ദർഭത്തിൽ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. എന്റെ ഉമ്മ രോഗിയാണ്, എന്റെ ഉപ്പ എന്നോ മരിച്ചുപോയി, വർഷങ്ങളായി. പക്ഷേ എന്റെ ഉപ്പയെ ഇന്നും ഏത് നിമിഷത്തിലും ഞാൻ ഓർക്കുകയാണ്. ഓർക്കാനുള്ള കാരണമെന്ത്? എന്റെ പിതാവ് ഒരുപാട് സേവനം എനിക്ക് വേണ്ടി ചെയ്ത ആളാണ്. 8 വർഷം എന്നെ പഠിപ്പിച്ച ആളാണ്. ഈ രൂപത്തിൽ ഞാൻ ആയത് എന്റെ ഉപ്പ കാരണം തന്നെയാണ്, വേറെ ആരും അതിന് കാരണക്കാരനല്ല. എന്റെ ഉമ്മയുടെ തലോടലാണ് ഞാൻ ഇപ്പോഴും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം. എന്റെ ഉപ്പ ഉപയോഗിച്ച അതേ രൂപത്തിലുള്ള ഒരു ചെരുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പോൾ എനിക്ക് എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ ഓർമ്മ വരികയാണ്. ചില എന്റെ പിതാക്കന്മാര് ധരിക്കുന്ന വസ്ത്രത്തിന്റെ കളറ്, എന്റെ പിതാവിന്റെ ആ വസ്ത്രത്തിന്റെ കളർ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് പ്രിയ മാതാക്കളും പിതാക്കളും വീട്ടിൽ നിന്ന് വിട ചൊല്ലിയാലും അവരുടെ മയ്യത്ത് കൊണ്ടുപോയാലും കുറെ നാളുകൾ അവരുടെ ഗന്ധം നമ്മുടെ നാസ്വാധാരങ്ങളിൽ തന്നെ നിൽക്കാറില്ലേ മുഅ്മിനീങ്ങളെ? അവരുപയോഗിച്ച വസ്തുക്കൾ കാണുമ്പോ നമ്മൾ നീറിപ്പോകാറില്ലേ? അതെ, അവരുപയോഗിച്ച അതേ സുഗന്ധം നമ്മൾ ഉപയോഗിക്കുമ്പോ വല്ലാത്തൊരാത്മനിർവൃതിയല്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് നമ്മുടെ മാതാവും പിതാവും മരിച്ചുപോയി, ശരിയാണ്, അത് നമ്മൾ സമ്മതിച്ചു. എങ്കിൽ ആ മരിച്ചുപോയ മാതാവിനെയും പിതാവിനെയും ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോവരുതേ. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസിയ്യത്താണ്. പ്രവാചകൻ അങ്ങനെ തന്നെയാണല്ലോ ജീവിച്ചത്. ചരിത്രം ആവർത്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം പരലോകമാണ്, അല്ലേ? ആ പരലോകത്ത് ആരുടെ കൂടെ ചെല്ലണം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ, ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ ശുഹദാക്കന്മാരുടെ കൂടെ. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അക്കൂട്ടത്തിൽ എന്റെ മാതാവുണ്ടാവണം, എന്റെ പിതാവുണ്ടാവണം, ഞാനുണ്ടാവണം, എന്റെ പൊന്നുമക്കളുണ്ടാവണം, എന്റെ ഭാര്യയുണ്ടാവണം. അങ്ങനെ കൂട്ടുകുടുംബമായി സ്നേഹജനങ്ങളുടെ കൂടെ പിതാവിന്റെ കൈപിടിച്ച് മാതാവിന്റെ കൈപിടിച്ച്, അതേ പൊന്നുമക്കള് അതേ സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു പോകുന്നത് പോലെ, അല്ലേ? ഓരോ മാളിലേക്കും കടന്നു പോകുമ്പോ കൂട്ടമായി കടന്നു പോവുകയാ നമ്മൾ ആ സ്വർഗീയ ആരാമത്തിലേക്ക്. കൂട്ടമായി കുടുംബമായി മാതാവും പിതാവും മക്കളും കടന്നു പോകുന്ന ആ സുലഭ നിമിഷമേ, ഏറ്റവും വലിയ സുവർണാവസരമേ. ആർക്കാ വേണ്ടാത്തത്? ഖുർആൻ എന്താ പറഞ്ഞത്? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അതേ, നന്മകൾ ഏറെ ചെയ്തവർക്ക് അനശ്വരമായി അനുസ്യൂതമായി തുടരുന്ന ആ സ്വർഗലോകത്തേക്ക് അവർക്ക് മാത്രമല്ല, അവരുടെ പിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ ഭാര്യമാരുടെ കൂടെ അതേ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ പ്രവേശന കവാടത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. എല്ലാ കവാടങ്ങളിലും അതേ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അവരെന്താ നമ്മളോട് പറയുന്നത്? സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാവട്ടെ, എല്ലാറ്റിന്റെയും നല്ല പര്യവസാനം അതേ നിങ്ങൾക്ക് തന്നെയാണ്. ഏറ്റവും നല്ല പര്യവസാനം ഈ വീടാണ്. അതേ, ഇത് ദാറ് ഏറ്റവും നല്ല ദാറാണ്. അതേ, സമാധാനത്തിന്റെ ദാറാണ്. ഈ വീട്ടിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. എന്തേ കാരണം? ഉമ്മാക്ക് വേണ്ടി സഹിച്ചവരാണ് നിങ്ങൾ, ഉപ്പാക്ക് വേണ്ടി ക്ഷമിച്ചവരാണ് നിങ്ങൾ.
അല്ലെ? അത്തുംപുത്തും പറയുന്ന മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി മൃതപ്രായരായി കിടക്കുന്ന മാതാക്കളും പിതാക്കളും നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല, ഇഷ്ടമുള്ളത് തന്നെ ചെയ്ത് പറഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോഴൊക്കെയും അതേ പരലോകത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിച്ചു. അവിടെ വെച്ചാണ് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. ആ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറഞ്ഞത്. അതേ, ഈ ഒരു സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അതേ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മാതാവിനെയും പിതാവിനെയും അതേ ഈ ദുനിയാവില് ആ രാജകീയമായ ദർബാറിലേക്ക് സ്വീകരിച്ചതുപോലെ തന്റെ മാതാവിനെ പിതാവിനെ നെഞ്ചോടടുപ്പിച്ചു പിടിച്ചിട്ട് യൂസുഫ് നബി പറഞ്ഞില്ലേ, പ്രിയ മാതാവേ, പിതാവേ, ഇനിയുള്ള കാലം നിർഭയത്വത്തിന്റെ കാലമാണ്. ഉദ്ഖുലൂ മിസ്റ, ഈജിപ്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചു കൊള്ളുക. വറഫഅ ബവൈഹി അലൽ അർശ്, അതേ യൂസുഫ് നബിയാകുന്ന ആ വസീറുർ റാസിഖാകുന്ന പദവി അനുഭവിക്കുന്നതായ ആ മന്ത്രി പദവി അനുഭവിക്കുന്ന കസേരയിൽ തന്നെ പിതാവിനെ കൊണ്ടുപോയിരുത്തുന്ന യൂസുഫ് നബിയെ ഓർക്കണം. അതുകൊണ്ട് രാജകീയമായ എല്ലാ സുഖസൗകര്യങ്ങളും ഈ ദുനിയാവില് നമ്മൾ നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യയെക്കാൾ, വേണ്ടപ്പെട്ടവരെക്കാൾ, ഇഷ്ടപ്പെട്ടവരെക്കാൾ പ്രിയമാതാവിനും പിതാവിനും ഒരുക്കി വെച്ചു കൊടുത്താൽ ആ രാജകീയമായ ഇരിപ്പിടങ്ങളിൽ, ആ രമ്യഹർമ്മ്യങ്ങളിൽ, നമ്മൾ നിർമ്മിച്ച സുന്ദരമായ വീട്ടിലെ ഏറ്റവും നല്ല സീറ്റിൽ അവരാണിരിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ ഏറ്റവും നല്ല സീറ്റിൽ നാളെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടും. അതുകൊണ്ടത് നിഷേധിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിൽ സർവശക്തനായ അല്ലാഹു നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കുറച്ച് സമയം അധികമായി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൽ അപ്പുറമായി പോയിട്ടുണ്ട്. നിങ്ങൾ ക്ഷമിക്കും. പക്ഷേ നല്ല മനസ്സോടുകൂടി നിങ്ങൾ കേട്ടതുകൊണ്ടാണ് അല്പം ഞാൻ ദീർഘിപ്പിച്ചത്. അല്ലാഹു നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന അല്ലാഹുവേ, പടച്ചവനെ, നീ എല്ലാം ദൂരീകരിച്ചു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കളോട്, മാതാക്കളോട്, പിതാക്കളോട് എല്ലാം പടച്ചവനെ എല്ലാ ബാധ്യതകളും കടമകളും കടപ്പാടുകളും കൃത്യമായി നിറവേറ്റുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെയും നിന്റെ പ്രവാചകനെയും കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ മാതാവിനെയും പിതാവിനെയും അങ്ങേറ്റം സ്നേഹിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ തമ്പുരാനെ. അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹുവേ, നീ എല്ലാവിധ രക്ഷയും സമാധാനവും നൽകണമേ തമ്പുരാനെ. അവരുടെ ഖബറിനെ നീ പടച്ചവനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി മാറ്റണമേ തമ്പുരാനെ. നരകാഗ്നിയിൽ നിന്ന് അല്ലാഹുവേ നീ അവരെ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നാഥ, പരിശുദ്ധ റമളാനിന്റെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ നിർവഹിച്ച എല്ലാ സ്വാലിഹായ അമലും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. ഇനിയുള്ള ഏറെ പുണ്യകരമായ അവസാനത്തെ നിമിഷങ്ങളെ അല്ലാഹുവേ ഏറെ നല്ല സേവനങ്ങൾ ചെയ്ത്, നല്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് സജീവമാക്കാനുള്ള സന്മനസ്സും തൗഫീക്കും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. പടച്ചവനെ, മരണനേരം അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിലായി ഞങ്ങളെ തിരിച്ചു വിളിക്കണമേ തമ്പുരാനെ. ബർസഖിയായ ലോകത്ത് നാളെ എല്ലാവിധ രക്ഷയും നൽകണമേ തമ്പുരാനെ. നിന്റെ എല്ലാ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, മാരകമായ ക്യാൻസർ പോലെയുള്ള, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, അത്തരത്തിലുള്ള അസുഖങ്ങളിൽപ്പെട്ട് വളരെ പ്രയാസം സഹിച്ച് ആശുപത്രികളിൽ, വീടുകളിൽ ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകന്മാർ, മാതാക്കൾ, പിതാക്കൾ, ബന്ധുമിത്രാദികൾ, പിഞ്ചോമന മക്കൾ എല്ലാവരുമുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവിധ ശമനവും സമാധാനവും അവർക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അർഹമുർറഹിമായ നാഥ, നാളെ മഹ്ശറ മുറ്റത്ത് ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ നിന്റെ അർശിന്റെ തണൽ നൽകപ്പെടുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഖുർആനിന്റെ ശഫാഅത്ത് ലഭിച്ച്, ആ ഖുർആനിന്റെ തണൽ ലഭിച്ച് സ്വർഗം പ്രാപിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. എന്നേക്കുമായി നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ നാഥ. പടച്ചവനെ, എന്നേക്കുമായി ജന്നാത്തുൻ നഈം കൊണ്ട്, ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട്
അനുഗ്രഹിച്ചവരിൽ ഈ പാവങ്ങളായ ഞങ്ങളെ നീ ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اجمع قلوبنا على الحق والهدى يا رب العالمين. اللهم اجمع قلوبنا على الحق والهدى يا رب العالمين. اللهم ارحم موتنا وموتى المسلمين. اللهم ارحم موتنا وموتى المسلمين. اللهم هون علينا سكرات الموت. اللهم هون علينا سكرات الموت. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, നിങ്ങൾ നല്ല മനസ്സോടുകൂടി നിങ്ങൾ സഹായിക്കുന്നത് ഖുർആനിനെയും ഹദീസിനെയുമാണ്. നേരത്തെ കേട്ട നല്ല നിലക്കുള്ള മക്കളെ വാർത്തെടുക്കാനുള്ള ഒരു സ്ഥാപനം എന്ന നിലക്ക് പരമാവധി എൻ്റെ കയ്യിൽ തന്നെ നിങ്ങൾ സംഭാവന തരണമെന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും.